24 സ്വാഗതം. ഇത് കൊല്ലവർഷം 1199, മാസം കർക്കിടകം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകതയൊന്നും തോന്നുന്നതായിരിക്കാം. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാകാത്ത വർഷവും മാസവുമാണിത്. 2018 പ്രളയത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഇനിയും മുക്തമാവാത്തവരാണ് നമ്മൾ. എന്നാൽ അതിനും വളരെ മുന്നേ കേരളത്തെ തകർത്തെറിഞ്ഞ ഒരു ദുരന്തമുണ്ട്. പഴമക്കാർ പറഞ്ഞു കേട്ട ഒരു മഹാദുരന്തത്തിന്റെ 100ാം വാർഷിക ദിനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. എല്ലാ കാലത്തും മലയാളിയുടെ മുത്തശ്ശി ഓർമ്മകളിൽ നിറഞ്ഞു നിന്ന 99 വെള്ളപ്പൊക്കത്തിന് 100 വയസ്സ് തികയുകയാണ്. നൂറ്റാണ്ട് മുൻപ് 1924 ജൂലൈ 15 ആ പെരുമഴ പെയ്തു തുടങ്ങിയത്. കൊല്ലവർഷം 1980 കർക്കിടക മാസത്തിന്റെ ആദ്യ 3 ആഴ്ചകളിൽ തോരാതെ പെയ്ത പെയ്മാറി. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ നാടുകളെ അത് ഒരുപോലെ മാറ്റിമറിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 1600 മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന മൂന്നാറിനെയായിരുന്നു ആ മഹാപ്രളയം പ്രധാനമായും തകർത്ത് കളഞ്ഞത്. 1902 ബ്രിട്ടീഷുകാർ തുടങ്ങിയ മൂന്നാമത്തെ റെയിൽപാത വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. പിന്നീട് ഇതുവരെ മൂന്നാറിൽ റെയിൽ വന്നിട്ടില്ല. ഇന്നത്തെ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഏറിയ ഭാഗവും 99 വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി. തെക്കൻ തിരുവിതാംകൂറിന്റെയും വടക്കൻ മലബാറിന്റെയും താഴ്ന്ന പ്രദേശങ്ങളിൽ 20 അടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയെന്നാണ് ചരിത്രരേഖകൾ. എത്ര പേർ മരിച്ചു എന്നതിന് കണക്കില്ല. വെള്ളം പൊങ്ങിയ പല നാടുകളിൽ നിന്നും ജനം ഉയർന്ന മേഖലകളിലേക്ക് പലായനം ചെയ്തു. നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി. തപാൽ നിറച്ചു. അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. നടന്നത് അക്കാലത്തായതിനാൽ ദൃശ്യങ്ങളുടെ അഭാവം മൂലം ആ ദുരന്തത്തിന്റെ തീവ്രത ഇത്രത്തോളമായിരുന്നുവെന്ന് പറഞ്ഞറിയിക്കുക എളുപ്പമല്ല. വെള്ളത്തോടൊപ്പം പട്ടിണിയും രോഗങ്ങളും ജനങ്ങളെ വലച്ചു. മലവെള്ളവും കടൽ വെള്ളവും ഒരുപോലെ കരയെ ആക്രമിച്ചുവെന്ന് അന്നത്തെ പത്രവാർത്തകളിൽ നിന്ന് വ്യക്തം. ഒരു വാർത്ത ഇങ്ങനെ: ഇനിയും വെള്ളം പൊങ്ങിയേക്കുമെന്ന് വിചാരിച്ചു ജനങ്ങൾ ഭയവിഹുലരായി തീർന്നിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും സംഭവത്തിന്റെ ഭയങ്കരാവസ്ഥ കൂടിക്കൂടി വരുന്നു. പന്തളത്താറിൽ കൂടി അനവധി ശവങ്ങൾ, പുരകൾ, മൃഗങ്ങൾ മുതലായവയും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നതായും പൂന്തല, ആറ്റൂർ മുതലായ സ്ഥലങ്ങളിൽ അത്യധികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും കാണുന്നു. ചാടിപ്പാടം എന്ന പുഞ്ചയിൽ അനവധി മൃതശരീരങ്ങൾ പൊങ്ങി. പീരുമേടിനും മുണ്ടക്കയത്തിനും മധ്യേ 43ാമത് മഴയ്ക്ക് സമീപം മലയിടിഞ്ഞ റോഡിലേക്ക് വീഴുകയാൽ അനേകം പോത്തുവണ്ടികൾക്കും വണ്ടിക്കാർക്കും അപകടം പറ്റി എന്നിങ്ങനെ നീളുകയാണ് ആ വാർത്ത. ചരിത്രത്തിൽ ഏറെയൊന്നും വിശദമായി രേഖപ്പെടുത്താത്ത ഒരു ദുരന്തമായിരുന്നു 99 വെള്ളപ്പൊക്കം. എന്നിട്ടും ഇന്നും ഓരോ മലയാളിയുടെയും കേട്ടുകേൾവിയുടെ അറയിൽ ആ മഹാപ്രളയത്തിന്റെ ചിത്രം ഉണ്ട്. അതുപോലെ 2 വ്യത്യസ്ത കാലങ്ങളിലായി 2 മഹാപ്രളയങ്ങളെ അതിജീവിച്ചവരാണ് നമ്മളെന്നും അഭിമാനത്തോടെ തന്നെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ D24 സബ്സ്ക്രൈബ് ചെയ്യുക.